നാം പ്രതീക്ഷിച്ചിരുന്ന ആ തിരുവാഭരണം പന്തളം കൊട്ടാരത്തിൽ നിന്നും ഇവിടെ ശരം കുത്തി വരെ എത്തിക്കഴിഞ്ഞു. ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ, മണിക്കൂറിനില്ല, ഒരു 50 മിനിറ്റ് കഴിയുമ്പോൾ ഈ തിരുവാഭരണം ഭഗവാന്റെ മാറിൽ ചാർത്തുവാനായി 18ാം പടിയിൽ കൂടി കയറുവാൻ സമയം വളരെ കുറച്ചു മാത്രം. അതിനുവേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഈ പൂങ്കാവനം മുഴുവനും അയ്യപ്പ സമുദ്രമാണ്. അയ്യപ്പൻ്റെ ആ ശരണം വിളികൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അയ്യപ്പൻ്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമുദ്രമാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എത്രയെത്ര നേർച്ചകൾ സഫലമാകുന്ന നിമിഷങ്ങളാണ്. മകരം പിറന്നാൽ നല്ലത് സംഭവിക്കുമെന്ന വിശ്വാസം, തൈ പിറന്നാൽ വഴിപിറക്കുമെന്ന വിശ്വാസം, അങ്ങനെ എല്ലാ തടസ്സങ്ങളും തീരുമെന്ന വിശ്വാസത്തോടുകൂടി ഈ മകരവിളക്ക് കൂടി കാണുവാൻ വേണ്ടി കൊതിച്ച അയ്യപ്പ ഭക്തന്മാരുടെ നിരയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. വരാൻ സാധിക്കാത്തവർക്ക് ഈ അമൃത ചാനൽ നിങ്ങളുടെ മുൻപിൽ എത്തിക്കുകയാണ്. ഈ ദൃശ്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ മുൻപിൽ കാണിച്ചു തരുവാൻ എത്തിക്കുന്നത് തന്നെ ഞങ്ങളുടെ ഭാഗ്യമായി കരുതുകയാണ്. വളരെ ശ്രമപ്പെട്ടാണ് ഈ ദൃശ്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത്. അതിനുവേണ്ടിയുള്ള അനുഗ്രഹവും തുണയും ഒക്കെ തന്നെ അയ്യപ്പൻ നമുക്ക് നൽകുമെന്ന വിശ്വാസത്തോടു കൂടിയാണ് ഇപ്പോൾ തിരുവാഭരണം ശരംകുത്തിയിലെത്തി വിശ്രമിക്കുന്ന കാഴ്ചയാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. ഒരു സത്യദീപത്തെ സാക്ഷി നിർത്തിയൻ ഇരുമുടിക്കെട്ട് നിറപ്പ്, ഗുരുധർമ്മപാദത്തെ താണോ വണങ്ങിയൻ നരജന്മക്കെട്ട് മുറുക്ക്, തിരുപടിയേറാനൊരുക്ക്. ഒരു സത്യദീപത്തെ സാക്ഷി നിർത്തിയൻ ഇരുമുടിക്കെട്ട് നിറപ്പ്, ഇരുമുടിക്കെട്ട് നിറപ്പ്. ശ്രീഭൂതനാഥനേ ശരണം, ശ്രീനാഥഭൂതനേ ശരണം, വേദാന്ത വേദ്യനേ ഏകാന്തവാസനേ ആനന്ദ ചിത്തനേ ശരണം. മാറോടു ചേർത്തു പിടിച്ചു മുക്കണ്ണനാം മാരാരിക്കടിയന്റെ സ്മരണാർച്ചനം, മാറോടു ചേർത്തു പിടിച്ചു മുക്കണ്ണനാം മാരാരിക്കടിയന്റെ സ്മരണാർച്ചനം. അതിനുള്ളിലാനന്ദ വിലയം കൊണ്ടിടുന്ന വ്രതശുദ്ധ നെയ്യിനാത്മാർപ്പണം, അതിനുള്ളിലാനന്ദ വിലയം കൊണ്ടിടുന്ന വ്രതശുദ്ധ നെയ്യിനാത്മാർപ്പണം. ഭൂതപ്രപഞ്ചന്റെ ആവാഹനം, ഒരു സത്യദീപത്തെ സാക്ഷി നിർത്തിയൻ ഇരുമുടിക്കെട്ട് നിറപ്പ്, ഇരുമുടിക്കെട്ട് നിറപ്പ്.